കേരളത്തിന് ഈയിടെ ലഭിച്ച നമ്മുടെ ചെർളപ്പള്ളി തിരുവനന്തപുരം നോർത്ത് അമൃതഭാരതിൽ നമ്മൾ എൻഡ് ടു എൻഡ് ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടത് നമ്മൾ ചെർളപ്പള്ളിയിൽ നിന്ന് കയറി നൽഗോണ്ട ഗുണ്ടൂർ വഴി ഒങ്കോൾ വരെയുള്ള യാത്രയായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിവിടെ നിന്ന് ഒങ്കോളിന് റെണികുന്ത വഴി നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ പാലക്കാട് എറണാകുളം വഴി നമ്മൾ ട്രിവാൻഡ്രം നോർത്ത് ചെല്ലുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ വണ്ടി എല്ലായിടത്തും ഓൺ ടൈമാണ് എത്തിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല റണ്ണായിരുന്നു. അപ്പോൾ ഒങ്കോളിൽ നിന്ന് ഇനി ട്രിവാൻഡ്രം നോർത്ത് വരെയുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ സ്വിഗ്ഗിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അവരൊരു പ്ലേറ്റ് അവർക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതൊന്ന് സ്വർണ്ണജയന്തിക്ക് പോകുന്ന നേരത്തെ ഇതേപോലെ പറഞ്ഞപ്പോൾ ഒരാളൊന്ന് കമൻറ്റ് ഇട്ടു, ഇയാൾ വലിയ ഡയലോഗ് എടുക്കുന്നില്ല, പ്ലേറ്റ് ഇയാൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കൂടെയെന്ന്. നമ്മൾ പൈസ എണ്ണയാണ് കൊടുക്കുന്നത്, സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും ഡെലിവറി ചാർജ് അത് ഇതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നതായിട്ട് ഡബിൾ ട്രിപ്പിൾ പൈസക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഓഫർ പോലും എല്ലാം എപ്പോഴൊന്നും ഓഫർ കാണത്തില്ല, എന്നാലും നല്ല പൈസയാവും. ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു 400 അടുപ്പിച്ചെങ്കിലും ആവും. അത്രയും പൈസ കൊടുക്കുമ്പോൾ അവർക്കൊരു 10 രൂപയുടെ പ്ലേറ്റ് തരുന്നതിന് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. വെറുതെ അവരെ കൊണ്ട് തരുമെന്നല്ല, നമ്മൾ ഡെലിവറി ചാർജ് അടക്കം എല്ലാം കൊടുക്കുന്നതല്ല. അപ്പോൾ അവർക്ക് ഒരു 10 രൂപയുടെ പ്ലേറ്റ് തരുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എനിക്കൊരു കാര്യം അറിയാം, മറ്റേ സെക്കന്ദരാബാദ് തിരുപ്പതി ഒരു വന്ദേ ഭാരത് ഉണ്ട്, നമ്മൾ ആ വണ്ടിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അത് രാവിലെ സെക്കന്ദരാബാദിൽ എടുത്തിട്ട് ഉച്ചയ്ക്ക് തിരുപ്പതി എത്തും, എന്നിട്ട് തിരുപ്പതിയിൽ നിന്ന് ഉച്ചയ്ക്ക് എടുത്തിട്ട് രാത്രിയിൽ അത് സെക്കന്ദരാബാദിൽ എത്തും. അങ്ങനെയാണ് വണ്ടി പോകുന്നത്. നമ്മൾ രാവിലെ ഹൈദരാബാദിൽ എടുത്തിട്ട് നമ്മൾ രാത്രിയിലാണ് റെഡിഗുത്ത് എത്തുന്നത്. പോരെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ടൈമിങ്ങിൻ്റെ ഡിഫറൻസ് നിങ്ങൾ എന്തുവാ അല്ലേ. നമ്മുടെ ഈ അമൃതഭാരതിൻ്റെ ഈ 2 കോച്ചുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കപ്ലർ എന്ന് പറയുമല്ലോ, ഈ അമൃതഭാരതിൻ്റെ കപ്ലറിനെ പറയുന്നത് സെമി ഓട്ടോമാറ്റിക് കപ്ലർ അല്ലെങ്കിൽ സെമി പെർമനൻറ്റ് കപ്ലർ എന്നാണ്. അതായത് ഈ വണ്ടിയുടെ ഈ കോച്ചുകൾ തമ്മിലുള്ള ജെർക്ക് കുറയ്ക്കാനും അവർ കംഫേർട്ട് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയാണ് ഇങ്ങനത്തെ കപ്ലറുകൾ കൊടുക്കുന്നത്. ഇത് ഊരാൻ കുറച്ച് മെനക്കേടാണ്, അതാണ് ഈ ഒരു കപ്ലിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെമി പെർമനൻറ്റ് കപ്ലർ എന്ന് പറയും. എനിക്ക് കാണാൻ അറിയത്തില്ല കേട്ടോ, അതാണ് സംഭവം കേട്ടോ, കറുത്തിട്ടിരിക്കുന്നുണ്ടല്ലേ, അതാണ് കപ്ലർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഓൺ ടൈമിലായിട്ട് നമ്മുടെ അമൃതഭാരത് എടുത്തു. അപ്പോഴേക്കും ഇവിടെ അപ്പുറത്തെ ട്രാക്കിൽ നമ്മുടെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് വരുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നമ്മളവിടെ ഒങ്കോൾ വെച്ചിട്ട് മറ്റേ തിരുപ്പതി പോകുന്ന വണ്ടിയില്ലായിരുന്നു, പുരി തിരുപ്പതി, അത് കയറിപ്പോയതുകൊണ്ട് അതിനാണ് 100 സ്റ്റോപ്പുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി ഇപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് ലേറ്റായി തുടങ്ങി കേട്ടോ. പക്ഷേ സീനൊന്നുമില്ല, നമ്മൾ എവിടെയെങ്കിലൊക്കെ ഓൺ ടൈം എത്തിക്കോളും. വണ്ടിക്കകത്ത് കൂടുതലും മലയാളികളായതുകൊണ്ട് തന്നെ ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, ഒരു പ്രശ്നവുമില്ല, നല്ല ക്ലീനാണ് ഇപ്പോഴും. നമ്മുടെ ആൾക്കാർ പിന്നെ കുറച്ചെങ്കിലും ഭേദമായിട്ട് വാഷ്റൂം യൂസ് ചെയ്യും, അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. വേറെ വല്ലവരാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിൽ നെല്ലൂർ എത്താറായി. അപ്പോൾ ഇവിടെ ഒരു നദിയുണ്ട്, പെന്നാ നദി എന്ന് പറഞ്ഞ്, ആ നദി ഇങ്ങനെ പയ്യെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ കയറുന്ന നെല്ലൂർ സ്റ്റേഷനിലേക്കാണ്. 12 മിനിറ്റ് ഇപ്പോൾ ലേറ്റാണ് വണ്ടി. നെല്ലൂരിൽ കുറേ പേര് നമ്മുടെ അമൃതഭാരതിൽ കയറിയിട്ടുണ്ട് കേട്ടോ, മലയാളികളാണ് കൂടുതലും. കുറേ പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ട് വിട്ടിരിക്കുകയാണ്.
ഗൈസ് ഈ പോകുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റണ്ണിങ് ഹംസഫർ എക്സ്പ്രസ് കേട്ടോ. SMVT ബാംഗ്ലൂരിൽ നിന്നും അഗർത്തല ഉണ്ടല്ലോ, ത്രിപുരയിൽ അഗർത്തല വരെ പോകുന്ന ഹംസഫറാണ്. ഇത് ആ ഡോറിനടം വരെ ആളടണ്ടോ. എന്തുപാടി ഇത് ഭയങ്കര കച്ചറ വണ്ടിയൊക്കെ കേട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഫുള്ള് 3 AC ഇല്ലേ. നമ്മളിപ്പോൾ ഗുഡൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ റെണികുന്ത ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. നമ്മളെ കയറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം 1-ലാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ലൂപ്പ് ട്രാക്കൊക്കെ കയറി നല്ല സമയം എടുക്കും റെണികുന്ത ലൈനിൽ കയറാൻ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കൊന്ന് ചവിട്ടൊന്നുണ്ട്, കാരണം അപ്പുറത്ത് കൂടെ വേറെ ഏതോ ഒരു വണ്ടി, അതേത് വണ്ടി അത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. ഏതോ ഹാവടയ്ക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. SMVT ബംഗളൂരു ഹാവട. ആ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് ട്രാക്കൊക്കെ ഇനി സെറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് സമയം എടുക്കും. ഇവിടെ ഒന്ന് ചവിട്ടി, സ്റ്റോപ്പൊന്നുമില്ല പക്ഷേ ചവിട്ടി വന്നു. പതിനെട്ട് മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ അമൃത് ഭാരത് അങ്ങനെ റേണികുന്തയിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ തിരുത്തണ്ണി വഴി ആരക്കോണം ബൈപ്പാസ് പിന്നെ ജോളാർപേട്ട അങ്ങനെയൊക്കെ പോകും. ഇവിടെ റണികുന്തയിൽ ഇഷ്ടം പോലെ ഫുഡ് കിട്ടും കേട്ടോ. ഫുഡിനൊരു പന്നമില്ല. പിന്നെ ഇവിടെ ക്രൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒത്തിരി ടൈം ഇടും. ഒരു 10-15-20 മിനിറ്റ് അടുപ്പിച്ച് വണ്ടി ഇടും. രാത്രി കഴിക്കാൻ വേണ്ടി ഞാനൊരു മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ബർഗർ മേടിച്ചായിരുന്നു, മഹാരാജ മാക് ചിക്കൻ. അവിടെ സൊമാറ്റോ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് രാത്രി കഴിക്കാൻ പോകുന്നത്. 2 അമൃത് ഭാരത് ട്രെയിനുകൾ തമ്മിൽ ഇവിടെ കണ്ടുമുട്ടുകയാണ്. ഇവിടെ റണികുന്ത സ്റ്റേഷൻ്റെ ഹോം സിഗ്നലിൽ കിടക്കുന്ന SMVT ബംഗളൂരു മാൽഡ ടൗൺ അമൃത് ഭാരത് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ ലോക്കോ നിങ്ങൾ ശ്രദ്ധിച്ചു. അമൃത് ഭാരത് ലിവറിയിലുള്ള ഒരു WP7 ആണ് എൻ്റെ ലോക്കോ. നമ്മുടെ വണ്ടിക്ക് WP5 ഇല്ല, പക്ഷേ ഇതിന് WP7 ആണ്. ഈ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് SMVT ബാംഗ്ലൂരിൽ നിന്നും ബംഗാളിലെ മാൽഡ വരെ പോകുന്ന ഒരു അമൃത് ഭാരതാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയ അമൃത് ഭാരത് ട്രെയിനുകൾ ഒരെണ്ണമാണിത്. നമ്മളങ്ങനെ ഫൈനലി തമിഴ്നാട്ടിൽ കയറി. അപ്പോൾ അവിടെ അങ്ങ് ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ആ ലൈറ്റാണ് തിരുത്തണ്ണി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേട്ടോ. നമ്മളിപ്പോൾ തിരുത്തണ്ണി കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തണ്ണിയിൽ ഇൻ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ തിരുത്തണ്ണി എന്ന് പറയുന്ന റണികുന്തേന്ന് അരക്കോണം പോകുന്ന റൂട്ടിലുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ അതാണ് അമ്പലം. നമ്മുടെ പളനി അമ്പലമില്ല, അതേപോലത്തെ ഒരു അമ്പലമാണ് ഇവിടുത്തെ. എനിക്കാണെങ്കിൽ ചെറിയൊരു പനിക്കോളുണ്ട്, പനിയുണ്ട്. പനിയായെന്ന് തോന്നുന്നു. ദൈവമേ, ഒരു രക്ഷയില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മറ്റേ നമ്മൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഇളകിയ സംഭവമാണ്. അത്ര ഹെൽത്ത് അത്ര ഓക്കെ അല്ല. ഇപ്പോൾ ഒന്ന് ഓക്കെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ വൈകിട്ടായപ്പോൾ വീണ്ടും പനിയുണ്ട്. ഒരു ഗുളിക എടുത്ത് കഴിക്കണം. ഇതിലേ പോകുന്ന വണ്ടിക്കല്ലേ ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ തിരുത്താണ്ടിയിൽ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ തണുപ്പടിച്ചിട്ടായിരിക്കും മിക്കവാറും കിട്ടിയത്. സമയം ഇപ്പോൾ രാത്രി 10 മണിയാവാറായി. നമ്മൾ കാട്ട്പാടി എത്താറായിട്ടുണ്ട്. അരമണിക്കൂർ ലേറ്റാണ് വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകിൽ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ മംഗലാപുരം മെയിൽ, അങ്ങനെ കുറേ ചെന്നൈയിൽ നിന്ന് വിട്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം കയറി ഓട്ടോ അടിക്കും. നമ്മുടെ അമൃത ഭാരത് രാവിലെ കോയമ്പത്തൂർ എത്തുന്ന 5 മണിക്കാണ്. പാലക്കാട് എത്തുന്ന സമയം എപ്പോഴാണെന്ന് പറയുക 7:30. 2.5 മണിക്കൂറാണ് കൊടുത്തേക്കുന്നത് കോയമ്പത്തൂർ പാലക്കാട് എല്ലാം വേണ്ടി പോരെ. അത്രയ്ക്ക് സ്ലാക്ക് ടൈമാണ്. അപ്പോൾ പുറകെ വരുന്ന വണ്ടികളെല്ലാം കയറിപ്പോയിട്ട് ലാസ്റ്റാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എറണാകുളം എത്തുന്ന 10:15-നാണ്. അപ്പോൾ നെക്സ്റ്റ് ദിവസം രാവിലെ ഇപ്പോൾ സമയം 6 മണിയായപ്പോഴാണ് നമ്മൾ കോയമ്പത്തൂർ നിന്ന് വിട്ടത്. ഞാൻ പറഞ്ഞില്ലേ, കോയമ്പത്തൂർ ടൈം 5 മണിയായിരുന്നു. പക്ഷെ പാലക്കാട് ടൈം 7:25. അപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ മതി ശരിക്കും പാലക്കാട്. അവർ വണ്ടി ലേറ്റായിരുന്നു, കാരണം രാത്രിയിൽ കുറേ വണ്ടികളൊക്കെ കയറി ഓട്ടോയ്ക്ക് അടിച്ചു. ഒന്നും കാരണമൊന്നുമില്ല,
കുറേ വണ്ടികൾ കയറിപ്പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോത്തന്നൂരൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം കേരളത്തിലേക്ക് കയറും. രാത്രിയിൽ മറ്റേ പാസഞ്ചർ അനൗൺസ്മെൻറ്റ് സിസ്റ്റം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് സൈലൻ്റ് ആണ്. അതെനിക്കൊന്ന് 6 മണി കഴിഞ്ഞിട്ടത് ഓണാണ്. നമ്മളന്ന് വന്ദേ സ്ലീപ്പറൊക്കെ ഉണ്ടല്ലേ, അതുപോലെ തന്നെ ഞാൻ തോന്നുന്നു. രാത്രി 10 തൊട്ട് രാവിലെ 6 വരെ അത് കാണത്തില്ല. രാവിലെ തന്നെ നമുക്ക് പണി തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം മധുക്കര സ്റ്റേഷനിൽ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് വരുന്നുണ്ട് കയറി ഓവർടേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ചറവല രാത്രി മൊത്തം ഓവർടേക്ക് ആയിരുന്നു. ഇപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കയറി ഇപ്പോൾ ഓവർടേക്ക് അടിക്കുക. അവിടെ പച്ച കണ്ട് കിടപ്പുണ്ട് ഇപ്പോഴേ. ഇവർ ഇൻ്റർസിറ്റിൻ്റെ കയറ്റി വിട്ടത് മറ്റേ ബി ലൈനിൽ കൂടെ ആണ് കേട്ടോ. സാധാരണ എ ലൈനിൽ കൂടെ അല്ലേ പാലക്കാട് ഭാഗത്തേക്ക് വരുന്നത്, ഇത് ബി ലൈനിൽ കൂടെ ആണ്. അതാണ് ഈ ട്രാക്കിൽ കൂടെ പോയത്. അപ്പോൾ എ ലൈനിൽ എന്തെങ്കിലും വർക്കോ എന്തെങ്കിലും നടക്കുന്നുണ്ടാകും. അല്ല ആന ഇറങ്ങാൻ ചാൻസ് ഇല്ലല്ലോ എ ലൈനിൽ, ബി ലൈനിലല്ല ആന ഇറങ്ങുന്നത്. മധുക്കരയിൽ നിന്ന് വിടാൻ വേണ്ടി നമുക്ക് കണ്ട് സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. 6:27 7:25 പാലക്കാട് കയറിയാൽ മതി. അറിയാമോ, അത്രയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ അങ്ങനെ ബി ലൈനിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പോകുന്ന എ ലൈനിൽ കൂടെയാണ് ഇവിടെ നിന്ന് പാലക്കാട്ട് പോകുമ്പോൾ. പക്ഷേ ഇന്ന് അവർ ബി ലൈനിൽ കൂടെ വിട്ടു. അതായത് അപ്പ് ട്രെയിൻസ് വരുന്ന ട്രാക്ക് ഉണ്ടല്ലോ, കോയമ്പത്തൂർ ഭാഗത്തേക്ക് പാലക്കാട് നിന്ന് വരുന്ന ട്രാക്ക്, ആ ട്രാക്കിൽ കൂടെ നമ്മൾ പോകുന്നത്, ഓപ്പോസിറ്റ് ട്രാക്കിൽ കൂടെ. അപ്പോൾ ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ ശരിക്കും പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇന്ന് അങ്ങനെയല്ല പോകുന്നത്, നമ്മൾ ഈ ട്രാക്കാണ് പോകുന്നത്. കാരണം ഈ പാലക്കാട് കോയമ്പത്തൂർ സെക്ഷനിൽ ഈ 2 ട്രാക്കും ബൈ ഡയറക്ഷനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകും. നല്ലൊരു പ്രത്യേകത. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബി ലൈനിൽ കൂടെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അമൃതഭാരത് അങ്ങനെ ഫൈനലി കേരളത്തിൽ കയറി നമ്മൾ കണ്ട് വാളയാർ സ്കിപ്പ് അടിക്കുകയാണ്. വാളയാർ ചവിട്ടുമെന്ന് തോന്നുന്നു, സ്കിപ്പാണോ അറിയത്തില്ല, ലക്ഷണം കണ്ടിട്ട് ചവിട്ടുമെന്നാണ് തോന്നുന്നത്. അമൃതഭാരതിന് അങ്ങനെ വാളയാർ ഒതുക്കി. ഇനി ഇവിടെ എന്താണ് എനിക്ക് തോന്നുന്നു സിംഗിൾ ലൈൻ ഓപ്പറേഷനാണെന്ന് തോന്നുന്നത്. കാരണം ഒരു വണ്ടി വന്നിട്ടൊക്കെയാണ് അടുത്ത വണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി വരാണ്ട്, മറ്റേ പാലക്കാട് ടൗൺ ട്രിച്ചി എക്സ്പ്രസ് ഒരു വണ്ടിയുണ്ട്, അതിനാണ് ഡീസൽ ലോക്കോയാണ്. അതിന് കുറേ ദിവസമായിട്ട് ഡീസലാണ്, മറ്റേ WDP 4D ആണ്. അങ്ങനെ ആണെങ്കിൽ സിംഗിൾ ലൈൻ ഓപ്പറേഷൻ ആണെങ്കിൽ അത് വന്നിട്ടേ പോകത്തുള്ളൂ. ഇത് പാലക്കാട് ടൗണിൽ ട്രിച്ചിക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ്, ഫുള്ളി ജനറൽ മാത്രമുള്ളൊരു വണ്ടിയാണ്. ഇതിന് കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഡീസൽ ലോക്കോ ആണ്. ഞാൻ അറിഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീസൽ ലോക്കോ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ചില വണ്ടികൾക്ക് ഇവർ ഡീസൽ ലോക്കോ കൊടുക്കുന്നതാണ്. എനിക്കറിയത്തില്ല സംഭവം എന്ന്. ഇതിനിപ്പോൾ 1 മാസത്തിൽ കൂടുതലായി ഡീസൽ തന്നെയാണ് ഓടുന്നത് കേട്ടോ, WDP 4D. ഇത് ആക്ച്വലി ക്രോസിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി വിടും.
നമ്മൾ ഇത്രയും നേരം വന്നത് ബി ലൈനിൽ കൂടെ ആയിരുന്നു. ഇപ്പോൾ വാളയാർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എ ലൈനിൽ കയറി. ഇതിങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി ബി ലൈനിൽ നിന്നും എ ലൈനിലൊക്കെ മാറി മാറി കയറി നമ്മളങ്ങനെ പാലക്കാട് എത്തി. വണ്ടി ഇപ്പോൾ നല്ല ലേറ്റാണ് കേട്ടോ. കോയമ്പത്തൂർ വരെ ഏകദേശം ഓൺ ടൈം വന്ന നമ്മുടെ അമൃത ഭാരതി ഇപ്പം ഒരു മണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. നമ്മളിപ്പോൾ 8:15 പാലക്കാട് നിന്ന് വിടുന്നത്. നമ്മുടെ അമൃത ഭാരതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം ഹട്ടിയ എറണാകുളം ദർത്തിയാവ ഉണ്ട്, പിന്നെ പാലക്കാട് എറണാകുളം ഒരു മെമു ഉണ്ട്. അങ്ങനെ 2-3 വണ്ടിയുണ്ട്. പിന്നെ ഷൊർണൂർന്ന് മറ്റേ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ഇതെല്ലാം കൂടെ കയറും. അപ്പോൾ ഇവരെങ്ങനെ പോകുന്ന അറിയത്തില്ല. ഈ അമൃത ഭാരത് കോട്ടയം വഴി പോകുന്ന അമൃത ഭാരതാണ്. കോട്ടയം വഴി ഇതിന് ചറപറ സ്റ്റോപ്പാണ്. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റേ കോട്ടയത്തിനെപ്പറ്റി ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി എല്ലായിടത്തും സ്റ്റോപ്പാണ്. ഇവർക്ക് 3 അമൃത ഭാരത് തുടങ്ങിയതിൽ 2 ഇങ്ങോട്ടാണ്. 2 ഒരെണ്ണമെങ്കിലും അവർക്ക് ആലപ്പുഴ വഴി അവർക്ക് വിടാമായിരുന്നു. അതെന്താണ് വിടാത്തത് എനിക്കറിയത്തില്ല. ആലപ്പുഴ വഴി ഹൈദരാബാദിലേക്ക് ഒരു വണ്ടി പോലും ഇല്ല. ഈ വണ്ടി ശരിക്കും അവർക്ക് ആലപ്പുഴ വഴി വിടാമായിരുന്നു. കോട്ടയം വഴി കയറിയ പിന്നെ ഫുള്ള് ഇത് പാസഞ്ചർ പോലാണ്. ആ സാഹചര്യം ഒട്ടും ശബ്ദമില്ല. നിങ്ങൾ കേട്ടോ? എന്തെങ്കിലും ശബ്ദം കേട്ടോ? ട്രെയിൻ അടുത്ത് വരുമെന്ന് അറിയത്ത പോലും ഇല്ല. അതൊക്കെ അടുത്ത് വന്ന ലോക്കോ പാസ്സായപ്പോഴാണ് എൻ്റെ സൗണ്ട് കേട്ടറിയോ. ഈ സാധനമൊക്കെ എവിടെയെങ്കിലും വരുവാണ് ആരും അറിയത്ത പോലും ഇല്ല. എന്തോ സാധനം അല്ലേ, സൗണ്ടും ഇല്ല ഒന്നുമില്ല. പക്ഷേ ഇജാതി പവർ. ഇത് മറ്റേ കാറ് കൊണ്ടുപോകുന്ന ഒരു TCA CBM എന്ന് പറഞ്ഞൊരു ഗുഡ്സ് ട്രെയിനാണ്. അത് പാലക്കാട് ഭാഗത്തേക്ക് ആയിരിക്കും. അത് ഷൊർണൂർ ഭാഗത്ത് നല്ല വരുന്നതായിരിക്കും. കേരളത്തിൽ കയറിയപ്പോൾ തൊട്ട് നല്ല പിടിച്ചിടലാണ്. ഇപ്പം മാന്നന്നൂർ കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. എൻ്റെ ദൈവമേ, നല്ല വേപ്പായിട്ടത് വണ്ടിക്ക്. ഇവിടെ തൃശ്ശൂർ വെച്ച് നമ്മൾ മീറ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ തൃശ്ശൂർ കയറിക്കൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് കണ്ട് ഇവിടുന്ന് ഡിപ്പാർട്ടായി പോവാം. നമ്മളൊരു 30-35 മിനിറ്റ് ലേറ്റാണ് വന്നത്. ഏറനാട് അവിടെ പ്ലാറ്റ്ഫോം 3 കിടക്കുന്നു. വന്ദേ ഭാരത് ഏറനാടിന് ഇവിടെ തൃശ്ശൂർ വെച്ച് ഓവർടേക്ക് അടിച്ചു. അതാണ് ഏറനാട് അവിടെ പ്ലാറ്റ്ഫോം 3 കിടക്കണം. തൃശ്ശൂരായപ്പോൾ കുറേ പേരൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയായി തുടങ്ങി വണ്ടി. എൻ്റെ മുകളിലത്തെ ആളും തൃശ്ശൂരായപ്പോൾ ഇറങ്ങി. നമ്മൾ എറണാകുളം എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ 3/4 മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ട് പുറകിൽ 1 മണിക്കൂറിൽ കൂടുതൽ ലേറ്റായിട്ട് വരുന്ന അഹല്യനഗരിയുണ്ട്. അപ്പോൾ അത് ആലപ്പുഴ വഴി പോകുന്നതുകൊണ്ട് അത് കയറി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
അത് ഇപ്പം കയറിപ്പോകത്തില്ല, ആലപ്പുഴ വഴി അത് പോകുമ്പോൾ അത് മിക്കവാറും കയറിപ്പോകാം. കാരണം നമ്മൾ കോട്ടയം വഴി 100 സ്റ്റോപ്പുള്ളതല്ലേ, നമ്മളൊക്കെ എത്തണ്ടേ. നമ്മളെ എടപ്പള്ളി ഇങ്ങനെ മന്ദം സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ പയ്യെ പോയറിയാമോ. ഇതിൻ്റെ എത്തിസാഗറാണ് കേട്ടോ. എത്തിസാഗറോട് എടപ്പള്ളി പിടിച്ചിട്ടേക്കാണ്. ഇവിടെ കളമശ്ശേരിയിൽ നിന്ന് എടപ്പള്ളി വരെ ഫുള്ള് ഉരുട്ടലാണ് കേട്ടോ. എന്തോ സ്ട്രെച്ചൊക്കെയാണ് നോക്കണേ. നമ്മുടെ ചർലപ്പള്ളി അമൃതഭാരത് അങ്ങനെ 50 മിനിറ്റ് ലേറ്റായിട്ട് എൻ്റെ ഇവിടെ എറണാകുളം ടൗണിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. 10:15 കറക്റ്റാണ്. ഇപ്പോൾ 11:05 സമയം. കേരളത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകുന്ന 2 വണ്ടികൾ കണ്ട് ഇവിടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ശബരി എക്സ്പ്രസ് ആണ്. ശബരി സോൺ മാറി സദേണിലേക്ക് കൊടുത്തപ്പോഴേക്കും ആദ്യമൊക്കെ വൻ ശോകം കോച്ചായിരുന്നു. ഇപ്പം പിന്നെ ഭേദമുണ്ട് കേട്ടോ. പിന്നെ നന്നായി വരുന്നുണ്ട്. ആദ്യമൊക്കെ ഈ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ അവർ തട്ടിയ കോച്ചുകളെല്ലാം ഭയങ്കര മോശം കോച്ചുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ എല്ലാം എനിക്കൊന്ന് സത്യതയിലൂടെ കോച്ചുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ പഴയ കോച്ചുകളെ എവിടെയൊക്കെ മാറ്റിയിട്ടുണ്ടാവും. ഇതിനായിട്ട് പോയിട്ടില്ല കേട്ടോ. പരശുരാം മുന്നേ കയറിയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കറക്റ്റ് ലേറ്റ് ആയി കേട്ടോ. എറണാകുളത്ത് നമ്മുടെ ലോക്കോ പൈലറ്റ്സ് മാറിയിട്ടുണ്ട്. ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. കാരണം വണ്ടി എടുത്തേ പിന്നെ ഒന്ന് ബ്രേക്ക് പിടിച്ചു. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കയറുന്നവരാണ് ഇനി കൊച്ചുവേളി വരെ. എറണാകുളത്തിൻ്റെ ഒരു WDG3 ആൽക്കുമായിട്ട് വരുന്നത് മറ്റേ ദർത്തിയാബ AC സൂപ്പർ ഫാസ്റ്റ് റേക്കാണ് കേട്ടോ. അതവിടെ ഷണ്ട് ചെയ്ത് ഈ ആടി കൊണ്ടുപോണ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അതൊക്കെ ഈ സാധനമൊക്കെ ഇപ്പോൾ ഈ ആൽക്കോ എന്ന സാധനം ഇപ്പോൾ ഈ ഷണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. വളരെ റെയറാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. മണിക്കൂർ 11 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളങ്ങനെ കോട്ടയത്ത് എത്തി കേട്ടോ. ഈ വണ്ടി വന്നതോടുകൂടി ഈ ഒരു സമയത്ത് ശരിക്കും ഈ റൂട്ടിൽ കൂടെ ഒരു വണ്ടി ഇല്ലായിരുന്നു ട്രിവാൻഡ്രം ഭാഗത്തേക്ക്. അതായത് ദേശിൻ്റെ പുറകിൽ നിങ്ങൾ നോക്കിക്കോ. ഈ ശബരിമല സീസൺ ആകുമ്പോൾ ഈ അമൃതഭാരതിൽ ഒടുക്കത്തെ ഇടിയായിരിക്കും, ഉറപ്പല്ലേ, നല്ല ഇടിയായിരിക്കും. കോട്ടയത്തും ചെങ്ങന്നൂരും വന്ന് ഇറങ്ങുന്ന ആൾക്കാർ ഭയങ്കരമായിരിക്കും. അല്ലാത്ത സമയത്ത് പക്ഷെ വണ്ടി ഫുള്ളാണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസമൊക്കെ വണ്ടി നല്ല ഫുള്ളാണ്.
കോട്ടയം വഴിയുടെ പ്രശ്നം എന്നറിയാം, 100 സ്റ്റോപ്പാണ്. അതാണ് പ്രശ്നം. എനിക്ക് കോട്ടയം വഴി ഇഷ്ടമാണെങ്കിലും പക്ഷേ ഞാൻ ഈ സ്റ്റോപ്പ് എത്രയാണ്, എന്തോരം സ്റ്റോപ്പാണെന്നറിയാം. അനാവശ്യമായിട്ടുള്ള കുറേ സ്റ്റോപ്പുകളുണ്ട്. ഇത് പറയുമ്പോൾ ഒന്നും ചിലർക്കൊന്നും പിടിക്കൂല. എനിക്ക് പ്രശ്നമൊന്നുമില്ല പിടിച്ചില്ലേലും. നിങ്ങൾ ഈ അമൃതഭാരതിൻ്റെ വാഷ്റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫ്ലഷിന് ഒരു സ്വിച്ച് ഉണ്ട്. ഇതാണ് ഫ്ലഷിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ച് പിടിച്ച് വെക്കരുത്. ഇത് എമർജൻസിക്കുള്ള സ്വിച്ചാണ്, SOS സ്വിച്ചാണ്. ഇത് വെക്കാൽ കോച്ചിൽ അലാം അടിക്കും, എമർജൻസി സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കുറേ ആണോ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ആൾക്കാർ മാറി ഇതേ നിൽക്കുന്നുണ്ട് ഫ്ലഷാന്ന് പറയാം. അപ്പോൾ അത് നെക്കരുത്. എൻ്റെ കാശിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുഷ് ഫോർ എമർജൻസി എന്ന് പറഞ്ഞ്. അത് നെക്കരുത്. അത് നിൽക്കാൽ എമർജൻസി അലാം അടിക്കും. ഇനി ഇവിടെ നിന്ന് കരുനാഗപ്പള്ളി വരെ ഓരോ 10-15 മിനിറ്റ് കൂടുന്നോറും ഓരോ സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് ഇനി 10 മിനിറ്റ് തിരുവല്ല, 10 മിനിറ്റ് ചെങ്ങന്നൂർ, 10 മിനിറ്റ് മാവേലിക്കര, അങ്ങനെ കിടക്കുകയാണ് കരുനാഗപ്പള്ളി വരെ. പോരെ, ഓരോ 10-15 മിനിറ്റിൽ ഓരോ സ്റ്റോപ്പാണ്. കോട്ടയം റൂട്ടിൽ കയറിയാൽ പിന്നെ അമൃതഭാരത് പാസഞ്ചറാണ്. തീരെ ട്രാക്ക് സൗണ്ട് ഇല്ല, അതല്ലേ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ഒട്ടും ട്രാക്ക് സൗണ്ട് ഇല്ല കേട്ടോ. എന്തല്ലേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 10 മിനിറ്റ് പോലും വേണ്ട തിരുവല്ല എത്താൻ വേണ്ടി. നമ്മൾ തിരുവല്ല എത്തി. തിരുവല്ല കഴിഞ്ഞാൽ പിന്നെ ഇനി ചെങ്ങന്നൂർ, പിന്നെ മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം, വർക്കല. ഈ വണ്ടി വന്നതുകൊണ്ട് ഈ കോട്ടയം റൂട്ടിലുള്ളവർക്ക് വേറൊരു ഉപകാരമുണ്ട്. അതായത് ഈ ബുധനാഴ്ച ദിവസം ഈ സമയത്ത്, അതായത് ഈ ഉച്ച ആവാറാകുന്ന ഈ സമയത്ത് ട്രിവാൻഡ്രത്തേക്ക് വേറെ വണ്ടിയൊന്നുമില്ല JS പോയാൽ പിന്നെ. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയും കൂടെ ആയി. മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മളങ്ങനെയായിട്ട് ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 1 മണി കേട്ടോ. 1 മണി 4 മിനിറ്റ്. ഞാൻ നേരത്തെ മറ്റേ അഹല്യനഗരിയുടെ കാര്യം പറഞ്ഞില്ല, അത് മറ്റേ ആലപ്പുഴ വഴി കയറി വരുന്നു. അത് കയറി വന്നൊന്നുമില്ല. അതെവിടെയോ നല്ല തേപ്പൊക്കെ കെട്ടി തുറവൂരെ കണ്ട് കിടക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. ഞാൻ നോക്കിയപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ച് അതിപ്പോൾ ലേറ്റ് ആവും പോരെ. അപ്പോൾ നമുക്ക് സീനൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും നമ്മൾ നേരെ വിട്ടു പോകും. മുന്നിൽ വേറെ വണ്ടിയൊന്നുമില്ല. നമ്മൾ വർക്കല എത്തേണ്ട സമയത്താണ് നമ്മളിവിടെ മാവേലിക്കര എത്തിയിരിക്കുന്നത് പോലെ. അതായത് 19 കിലോമീറ്റർ ബാക്കിലാണ് നമ്മളിപ്പോഴും. 1.25 മണിക്കൂർ ലേറ്റും. ഇവിടെ കായംകുളത്ത് 2 സൈഡിലും കുടിച്ച് കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ഈ എനിക്ക് തോന്നുന്നു 3ാമത്തെ പ്ലാറ്റ്ഫോം. 3ാമത്തെ പ്ലാറ്റ്ഫോമിലും പിന്നെ അങ്ങേ അപ്പുറത്തും അവിടെ ഒരു കുടിച്ച് കിടപ്പുണ്ട്. ആദ്യം ഇങ്ങനെ കാണുന്നത്. വണ്ടി ഇപ്പോൾ കാലിയായെന്നാണ് പറയാൻ കേട്ടോ. ആരും ഇല്ലാത്ത നോക്ക്, കാലിയായി വണ്ടി. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കൊല്ലമൊക്കെ ആകുമ്പോൾ ഇറങ്ങുമായിരിക്കും. ഇനിയിപ്പോൾ ഇതിന് മുന്നിൽ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ചു വിട്ട് പോകുമായിരിക്കും. കാരണം ഒന്നുമില്ല ഇപ്പോൾ വണ്ടി. ഇനിയിപ്പോൾ സ്പീഡ് 110 ആണ്. അതുകൊണ്ട് ഇനി വിട്ടങ്ങ് പൊക്കോളും, സീനില്ല. ഇപ്പോൾ സമയം 1:30 നമ്മളൊരു 3 മണിക്കാകുമ്പോൾ എത്തുമായിരിക്കും. നമ്മളങ്ങനെ
ചർലപ്പള്ളി എത്തിയിരിക്കുകയാണ്. നേരത്തെ പോയത് നമ്മുടെ കേരള എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 1:45 കേട്ടോ. 1:45 ഇവിടെ എടുത്തത്. ഈ മൺറോത്തുരത്തായിട്ട് കിട്ടുന്ന ലൊക്കേഷനാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അഷ്ടമുടി കായലൊക്കെ ആയിട്ട് നല്ലൊരു വളവാണ്. ട്രെയിനിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ബെസ്റ്റ് ഒരു സ്ഥലം കേട്ടോ. സമയം ഉച്ചയ്ക്ക് 2:15 കേട്ടോ. നമ്മളിപ്പോഴാണ് കൊല്ലത്ത് വന്ന് കയറുന്നത്. ഇപ്പോഴും 1.25 മണിക്കൂർ ലേറ്റാണ്. എന്ത് പരിപാടിയാക്കി നല്ല ശോക റണ്ണാണല്ലോ കേരളത്തിൽ കയറിയ പിന്നെ. നമ്മുടെ അമൃത ഭാരതിൻ്റെ അവസാനത്തെ സ്റ്റോപ്പായ വർക്കല ശിവഗിരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചുവേളിയിൽ കയറേണ്ട സമയത്താണ് ഇവിടെ വർക്കല എത്തുന്നത്. ഇപ്പോൾ 2:40 കേട്ടോ സമയം. അയ്യോ, ഇത് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ കയറിയ പിന്നെ ഇതിൻ്റെ റണ്ണ് ഭയങ്കര ശോകമാണ്. വണ്ടി മൊത്തത്തിൽ നൈസാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല കോച്ചുകളാണ്. എനിക്കറിയാമല്ലോ, അമൃത ഭാരതിന് ഇതിനു മുമ്പം കാണിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും. പക്ഷേ റണ്ണിങ് കേരളത്തിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര മോശമാണ്. കേരളമല്ല കോയമ്പത്തൂർ വരെ ഓക്കെ. കോയമ്പത്തൂർ അതിനെ പിന്നെ വൻ ശോകമായിരുന്നു റണ്ണിങ്. താഴെയൊക്കെ ഫുള്ള് ചെളിയായി കേട്ടോ. നമുക്ക് ഫുള്ള് ചെളിയായി ഇപ്പോൾ താഴെ. അതിപ്പോൾ ഓടി വന്നതല്ലേ, ഇനിയിപ്പം ട്രിവാൻഡ്രത്തുനിന്ന് അവരെ വൃത്തിയാക്കുമായിരിക്കും. നമുക്ക് ഫുള്ള് ചെളിയായി, ആകെ നാശമായി. പക്ഷെ വാഷ്റൂമൊക്കെ ഇപ്പോഴും നീറ്റാണ് കേട്ടോ. വർക്കലയിലെ പണിയുന്ന പുതിയ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങാണ് നിങ്ങൾ കാണുന്നത്. ഒന്നും ആയിട്ടൊന്നുമില്ല, ഇനി സമയം എടുക്കും. നമ്മളങ്ങനെ അരമണിക്കൂർ ലേറ്റായിട്ട് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:45 വരേണ്ടതാണ്, അതിൻ്റെ മുന്നേ വരേണ്ട വണ്ടിയാണ്. അവിടെ എല്ലാം പിടിച്ചിട്ട് ലേറ്റായി. ഇപ്പോൾ സമയം 3:10 ആവാറായി. കൊച്ചുവേളി സ്റ്റേഷനിൽ ഇവിടെ ഒരു എറണാകുളം മാൽക്കോട് പുറകിൽ അമൃത ഭാരത് ലോക്ക് കൊടുക്കുന്നുണ്ട്. അമൃത ഭാരതിൻ്റെ WP5 ട്വിൻസ് ആണ് കേട്ടോ. ഇത് വഡോദരയുടെയാണ്, പക്ഷേ ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതല്ലേ ആയിരിക്കും. റോയപുരോ ഈറോളോ അല്ലേ ആയിരിക്കും കേട്ടോ. അപ്പോൾ പൊടിയടിച്ച് ലോക്കമാണല്ലോ രണ്ടും. എനിക്ക് ഉള്ളതല്ലേ. സമയം 3:10 കേട്ടോ. 3:10 ആയപ്പോഴാണ് നമ്മുടെ അമൃത ഭാരത് ഇവിടെ കയറുന്നത് സ്റ്റേഷനിൽ. അമൃത ഭാരത് വന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം 3-ലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി തിരിച്ചിട്ട് ചർലപ്പള്ളി പോകുന്നത് വൈകിട്ട് 5:30 കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ പോയിട്ട് ലോക്കോട് അവിടെ നിന്ന് പിക്ക് എടുത്തിട്ട് തിരിച്ച് പോവാം. എൻഡ് ചെയ്യാം വീഡിയോ. തിരിച്ചു പോകുമ്പോൾ ഈ ലോക്കോ ബാക്കിലായിരിക്കും. ഈ ബാക്കിലത്തെ ലോക്കോയിൽ ഒരു അസിസ്റ്റൻറ്റ് ലോക്കോ പെയിൻറ്റ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ ഇത്ര നേരം ബാക്കിൽ ഒന്ന് ലോക്കോ ലീഡ് ചെയ്യും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ അമൃത ഭാരത് യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിലെ 2 അമൃത ഭാരത് നമ്മളിപ്പോൾ കവർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ കവർ ചെയ്യാനുള്ളത് തിരുവനന്തപുരം താമ്പരം അമൃത ഭാരതാണ്. അത് നമ്മൾ അടുത്ത ദിവസം കവർ ചെയ്യും. ഞാനിവിടെ വന്ന് ട്രിവാൻഡ്രത്ത് സ്റ്റേ അടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ താമ്പരം അമൃത ഭാരതിൻ്റെ കയറി നമ്മൾ ട്രിച്ചിൽ പോകും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ വണ്ടി അടിപൊളിയാണ്, എന്തായാലും വണ്ടി സൂപ്പറാണ്. പക്ഷേ റണ്ണിങ് ശോകമാണ്. ഭയങ്കര ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. വരുന്ന വഴിക്ക് എല്ലാം നല്ല തേപ്പായിരുന്നു. ഒത്തിരി സ്ലാക്ക് ടൈം ഉണ്ട്. ആ സ്ലാക്ക് ടൈമൊക്കെ കുറച്ചാൽ തന്നെ വണ്ടി അടിപൊളിയായിട്ട് ഓടാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് അമൃത ഭാരത് എക്സ്പ്രസ് ആണ്, സൂപ്പർ ഫാസ്റ്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രയോറിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇതിന് പല വണ്ടിയും കയറി ഓവർടേക്ക് അടിക്കും. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ശബരിയേക്കാളും 3-4 മണിക്കൂർ കൂടുതലാണ് റണ്ണിങ് ടൈം. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ താമ്പരം അമൃത ഭാരത് എക്സ്പ്രസ്സിന് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നും നാഗർകോവിൽ തിരുനെൽവേലി വഴിയാണ് ആ വണ്ടി പോകുന്നത്. അപ്പോൾ ആ വീഡിയോ അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.